ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം ബന്ധുക്കളുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി, തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും അനുഭവത്തിൽ വന്നിരുന്ന ദിവസമല്ല. ലാഭകരമായ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ലാത്ത ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മാതാവിന് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവ് വീട് വിട്ട് അന്യദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ സാധ്യതയുണ്ട്. മാതാവ് കടബാധകളാലും പ്രതിസന്ധികളാലും ഒക്കെ മാതാവിനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ജാതകർക്കും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മക്കളെ സംബന്ധിച്ചുള്ള നല്ല അനുകൂലമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റിയ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ജാതകർക്ക് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ജീവിത അനുഭവങ്ങൾ സുഖം, സ്വസ്ഥ, ദേഹനന്മയൊക്കെ അനുകൂലമായിട്ടും വന്നു ചേരും എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവും കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ കാര്യവിജയം ഇവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം, അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ, പെൺകുട്ടികൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രതിസന്ധിയൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ല. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് ഉണ്ടാവും എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരണമെന്നില്ല. അതുപോലെ മാരകമായ രോഗങ്ങൾ ഇവർക്ക് പിടിപെടുവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് വളരെ കുറവാണ്. ഭാഗ്യാനുഭവങ്ങളും കാര്യമായ രീതിയിൽ ഉണ്ടാകുന്ന ദിവസമല്ല വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള ഒരു വലിയ നേട്ടമാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ, പെൺമക്കൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഇപ്പോൾ വലിയൊരു നേട്ടത്തെ തരുന്ന ദിവസമല്ല. അതുപോലെ തന്നെ ഈ ജാതകരുടെ ജീവിതത്തിൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടം ഏറെക്കുറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ സഹായമുണ്ടായാൽ അത് വലിയൊരു നേട്ടത്തെ കൊടുക്കുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധകളൊക്കെ ചെറിയ രീതിയിൽ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നീണ്ടു പോകുന്നു, ചിലരിലൊക്കെ പരിഹരിച്ചു പോകുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. മാരകമായ രോഗങ്ങളൊന്നും ഇവരെ പിടിപെടുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നുമില്ല എങ്കിൽ പോലും വെള്ളിയാഴ്ച ദിവസം ഒരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, പെറ്റമ്മയുടെ പ്രാർത്ഥന കൊണ്ട്, കണ്ണുനീര് കൊണ്ടൊക്കെ പുതിയ തൊഴിൽ കിട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ധനം ചെലവഴിച്ച് കളയുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം. ഭാഗ്യകരമായ അനുഭവങ്ങളിലേക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള കീർത്തിയും പ്രശംസയും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അത് മുഖേനയുള്ള നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണെങ്കിലും അതൊക്കെ തടസ്സപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമല്ല. കാര്യവിജയമൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സാഹചര്യവുമല്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ചിലരുടെ ജീവിതത്തിൽ രൂക്ഷമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കുന്നില്ല. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി, സ്ഥിര ജോലിയില്ലാത്തവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഈ ബുദ്ധിമുട്ടും പ്രയാസവും അവരെ ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ലാഭകരമായ അനുഭവങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. കർക്കിടകക്കുറുകാരുടെ സമയം പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറിയിട്ടില്ല. എങ്കിലും ശനിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അല്പം മോചിതരായിട്ടുണ്ട് എന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. മാർച്ച് 29 കഴിയാതെ പൂർണ്ണമായിട്ടുമുള്ള ഒരു നേട്ടം മറ്റുള്ള ഗ്രഹങ്ങൾ മൂലം വന്നു ചേരുന്ന നേട്ടമൊക്കെ മാർച്ച് 29 കഴിയുമ്പോൾ ശരിക്കും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:21 വരെ രാജയോഗതുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതിനുശേഷം രാജയോഗതുല്യമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം ചന്ദ്രൻ പിന്നീട് ഇവർക്ക് രാശി മാറുകയാണ്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചോളം ചന്ദ്രൻ്റെ രാശിമാറ്റം മൂലം വ്യാഴത്തിൻ്റെ കേന്ദ്രസ്ഥിതി മാറുകയാണ്. അങ്ങനെ രാജയോഗതുല്യമായ അനുഭവങ്ങൾ നഷ്ടപ്പെടുന്നു. സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, മക്കളെ കൊണ്ടുള്ള നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾ മുഖേന കലഹത്തിന് സാധ്യത ഉണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള കലഹ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുമെന്നുള്ള ഒരു നേട്ടവും കൂടി ചിങ്ങക്കൂറുകാർക്കുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ടുള്ള രാജയോഗമാണ് ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ നല്ല വരുമാനമുള്ളവർക്കൊക്കെ പുതിയ വീട്, വസ്തു, വാഹനമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:21 വരെയുള്ള സമയം. അതിനുശേഷം ജീവിതാനുഭവങ്ങളിൽ മാറ്റം വരുമെന്നുള്ള കാര്യം കൂടി ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഇവരുടെ മാതാവിന് സ്ത്രീകൾ മുഖേനയും ബന്ധുക്കൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:21 കഴിയുമ്പോഴാണ് മാതാവിന് ബന്ധുക്കളുടെയും സ്ത്രീകളുടെയും ഒക്കെ ശത്രുതകൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. അതുപോലെ തന്നെ ഈ ജാതകർക്കും 12:21 മുതൽ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:21 കഴിഞ്ഞാൽ പിന്നെ ഇവർക്കും ഈ ജാതകർക്കും സ്ത്രീകൾ മുഖേനയും ബന്ധുക്കൾ മുഖേനയൊക്കെയുള്ള ശത്രുതയും ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അനുകൂലമായ അനുഭവങ്ങളൊക്കെ വളരെ കുറവാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ കുടുംബത്തിൻ്റെതായിട്ടുള്ള സ്ഥിതിക്ക് വലിയ ദോഷമില്ലെങ്കിലും വ്യക്തിപരമായിട്ട് ഈ ജാതകരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് പലവിധമായ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ അങ്ങനെ ദാമ്പത്യ ജീവിത പ്രശ്നം ഉൾപ്പെടെ പല കാര്യങ്ങളിലും പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കന്നിക്കൂറ് അറിഞ്ഞുകൊള്ളുക. നല്ല അനുഭവങ്ങളൊന്നും വന്നു ചേരുന്ന ഒരു ദിവസമല്ല. പിന്നെ ദേശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരാമെന്ന് വിശ്വസിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:21 ശേഷം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ പരാജയം, അലസത, കാര്യതടസ്സം, ദേഹത്തിന് വേദന, അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ, ശാരീരികമായും മാനസികമായിട്ടുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അന്യദേശവാസത്തിന് സാധ്യതയുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള അവസരം ആ സമയത്തായിരിക്കും. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞായിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് പല വിധത്തിലുള്ള നഷ്ടസാധ്യതകളാണ് ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. മാതാവ് മുഖേനയുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ജാതകരെ സംബന്ധിച്ച് പിതാവിനെ കൊണ്ട് വലിയ ദോഷങ്ങളോ ഒന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും മാതാവ് മുഖേനമുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കടന്നുകൂടുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം. വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ അതിജീവിച്ച് പോകാൻ പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും നേട്ടമോ കാര്യവിജയമോ കാര്യം ചെയ്തെടുത്ത് ഏതെങ്കിലും ഒരു കാര്യം പൂർത്തീകരിച്ച് അതിന്മേലുള്ള വിജയമൊന്നും വന്നു ചേരുന്നില്ല എങ്കിൽ പോലും ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ കൈപ്പറ്റുവാൻ. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ ഭാഗ്യകരമായ അനുഭവങ്ങൾക്ക് തടസ്സം വന്ന് ചേർന്ന് ഭാഗ്യക്കേടുകളായി മാറുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ശത്രുതയും ഒക്കെ വന്ന് ഭാഗ്യാനുഭവങ്ങളൊക്കെ തട്ടിത്തെറിച്ച് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ അതൊക്കെ തട്ടിത്തെറിച്ച് പോകുവാനാണ് സാധ്യത കൂടുതലും. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു.
തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. കാര്യവിജയങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഇവരെ തുണയ്ക്കുന്നൊരു സമയമല്ല. ഒരു സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി പോകുന്നതല്ലാതെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും, കാര്യവിജയം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങളൊന്നും വന്നു തരാത്ത ഒരു സമയമാണ്. എപ്പോൾ വേണമെങ്കിലും പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശത്രുതയൊക്കെ വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വെള്ളിയാഴ്ച ദിവസം പോകുവാൻ. ലാഭകരമായ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ മൂലമോ ശത്രുത മൂലമൊക്കെ ജീവിതത്തിൽ വന്നു ചേരേണ്ടിയ നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് ഭാഗ്യാനുഭവങ്ങളും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നില്ല എങ്കിൽ പോലും വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ചിലർക്കൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ തടസ്സപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. മാതൃസ്വത്വമൊക്കെ അനുഭവത്തിൽ വന്നു ചേരാതെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ രാഹുവിൻ്റെ ദോഷമില്ലാതെ തന്നെ മാതൃസ്വത്വ അനുഭവത്തിൽ വന്നു ചേരുക, പുതിയ വീട്, വസ്തുവാഹനമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുക, അങ്ങനെ എല്ലാം കൊണ്ടും നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും ഉൾപ്പെടെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടം ഒഴികെ മറ്റു പല കാര്യങ്ങളും ധനുക്കൂറുകാർക്ക് അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. എല്ലാ കാര്യങ്ങളിലും നേട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ, 2 പാദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം വലിയ അധ്വാനമില്ലാതെ ധനം കയ്യിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് മുമ്പ്, വെള്ളിയാഴ്ച ദിവസം 12:21 മുമ്പ് ഇവരുടെ കയ്യിൽ വലിയ അധ്വാനമില്ലാതെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ഈ മകരക്കൂറുകാർ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഏതൊരു കാര്യത്തിലും ഇടപെടുവാൻ. അവരുടെ പ്രവർത്തനങ്ങളിൽ പരാജയം സംഭവിക്കാനോ ശത്രുത വന്നു ചേരുവാനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ്. ജയിൽവാസം വരെ അനുഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 3-ലെ ബുധൻ ഈ ജാതകരെ എപ്പോഴും തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളും ഏർപ്പെടുവാൻ. തൊഴിൽ ഗുണവും കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. പക്ഷേങ്കിൽ ശത്രുത വന്നു ചേർന്ന് ജീവിതത്തെ നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ, 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. വലിയ അധ്വാനം കൂടാതെ ധനവരവ് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊക്കെ കലഹത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ടും ധനം വന്നു വരുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് സുഹൃത്തുക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഒരു പരിധിവരെ അനുകൂലമാണ്. ചിലപ്പോൾ ശത്രുതയിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതായത് മെയ് മാസം 14-ാം തീയതി വരെ വ്യാഴം ഈ ജാതകർക്ക് ഈ ഒരു വർഷം നല്ല നേട്ടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ല ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോവുക എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഈ വെള്ളിയാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഇവർക്ക് പിതാവ് മുഖേന ധനം വന്നു ചേരുവാനുള്ള ഒരു സാധ്യത ഇവർക്ക് മുമ്പിലുണ്ട്. അങ്ങനെ മുമ്പോട്ടുള്ള സമയത്ത് പിതാവിൽ നിന്ന് ധനം വന്നു ചേരുകയും തൊഴിൽപരമായിട്ടുള്ള നേട്ടം കൊണ്ട് ധനസ്ഥിതി മെച്ചമാവുകയൊക്കെ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. സ്ത്രീകൾ മുഖേനയുള്ള ധനവരവ് മാത്രം സൂക്ഷിക്കണം. ചിലപ്പോൾ അത് അഭിപ്രായ വ്യത്യാസത്തിലോ കലഹത്തിലോ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കലുത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ ഈ ജാതകർക്ക് വളരെയേറെ നേട്ടങ്ങൾ ചെയ്തു കൊടുക്കുന്ന, വളരെയേറെ ഗുണകരമായ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു വരുവാനുള്ളത്. ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ കാര്യമായിട്ടില്ലെങ്കിൽ പോലും അവർക്ക് വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നു. തന്മൂലം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാര്യ മുഖേന ഭർത്താവ് മുഖേനയൊക്കെ ധനം ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടുള്ള കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഒട്ടേറെ കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ ഭാഗ്യക്കേടുകളൊക്കെയാണ് ഇവർക്ക് പ്രതികൂലമായി വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ഇപ്പോൾ ഇവർക്ക് തരക്കേടില്ലാതെ പോകുന്നൊരു സാഹചര്യമാണെങ്കിലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഈ ജാതകരുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തു പോകാനുള്ള ശേഷിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ
ശുക്രൻ്റെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ പൂർണ്ണ ബലവാനായതുകൊണ്ട് ഈ ജാതകർക്ക് സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവത്തിൽ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.